എന്തായാലും കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞ നമ്മുടെ ജിൻഡോയുടെ ആ ഒരു വാക്ക് അത് എവിടുന്ന് വന്നു എന്നത് നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ സിബിൻ പറഞ്ഞിരുന്നു അന്ന് കാലേ വാരി നിലത്തടിച്ചേനെ എന്നൊക്കെ പറയണം, അന്നാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജിൻഡോയെ കൂടെ നിർത്തി. പാവൻ ജിൻഡോയ്ക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവന്മാർ കൊണ്ടുവന്ന് പറ്റിക്കുമെന്ന്. അതായത് ഈ സായി, അതുപോലെ തന്നെ സിബിൻ, പിന്നെ മറ്റൊരു അഭിഷേക് ശ്രീകുമാരൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇവർ രണ്ടാണ് മേട്ട് നിൽക്കുന്നത്, ഈ രണ്ട് കുറുക്കന്മാർ. അതിനകത്ത് ഈ പാവ ജിൻ്റെ വീണ് കിടക്കുകയാണ്. ഇപ്പോഴും പാവത്തിന് മനസ്സിലായില്ല, ഇതെടുത്ത് കാണിക്കുമ്പോഴെങ്കിലും മനസ്സിലായാൽ നല്ലത്. എന്തായാലും ആ ഒരു കെണിയിൽ വീണു. ആ പറഞ്ഞതിൻ്റെ വാക്ക് മനസ്സിലിരുന്നത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വായുന്നത് വീണത്. പക്ഷെ പാവം എന്നിട്ടും ലാലേട്ട ചോദിക്കുമ്പോഴും പറയുന്ന അല്ല എന്നാ. എന്തായാലും ലാലേട്ട ആ ഒരു ക്ലിപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലിപ്പ് കാണിക്കുമ്പം അതിന് മുന്നേ നമ്മുടെ ജാസ്മിനോടും നോറയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞതുപോലെ തോന്നുന്നുണ്ടോ എന്ന്. അപ്പം നോറയും ജാസ്മിനും പറയുന്നുണ്ട്, പക്ഷേ ഇതിങ്ങനെ പറഞ്ഞതുപോലെ തോന്നുന്നില്ല, കാരണം ആ സ്പോട്ടിൽ പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്ലിപ്പ് കാണിക്കുമ്പോഴാണ് ഇവർ ഞെട്ടുന്നത്. ജാസ്മിൻ പല്ല് തേക്കുന്നു, പുറത്ത് ഗ്യാങ് സിബിൻ, നമ്മുടെ സായി, അഭിഷേക് ശ്രീകുമാർ, ജിൻഡോ, പൂജ ഒരു സൈഡിൽ. അപ്പോൾ ഇത്രയും പേരും കൂടി ഇരുന്ന് കാര്യം പറയുമ്പോൾ ഈ ആര് കാല് വാരി അടിച്ചേനെ അടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ജിൻഡോ ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതെല്ലാം പൊളിഞ്ഞടുങ്ങി എന്താണ് സിബിൻ്റെ ഗെയിം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ട ഇന്ന് ചെയ്തത്. സിബിൻ്റെ ഗെയിം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതൊരിക്കലും സിബിന് നെഗറ്റീവ് ഒന്നും ആവില്ല. സിബിൻ ഗെയിം മാറ്റിപ്പിടിക്കണം, അല്ലെങ്കിൽ സിബിന് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വീണ്ടും ഗെയിം കളിക്കാം. പക്ഷെ മറ്റുള്ളവർ മനസ്സിലാക്കണം. എന്തായാലും സിബിന് ഇന്നത്തെ ദിവസം നല്ല പൊരുപ്പായിരുന്നു, ഇഷ്ടമായി എനിക്ക്. കാര്യം അടിപൊളിയായിരുന്നു. കാര്യം കഴിഞ്ഞ മൊത്തം കുറേ അഹങ്കരിച്ചു. അതിന് നല്ലൊരു മറുപടിയാണ് ലാലേട്ടൻ കൊടുത്തത്. ഇതൊന്നും കൊടുത്താൽ പോരെന്നാണ് തോന്നിയത്, എന്നാലും തൃപ്തിയായി. കാര്യം എല്ലാവരും ഈക്വലാണ്, ആരും ആരേക്കാളും വലുതൊന്നുമല്ല, ഈ പിന്നെ വലിയ ക്വാളിറ്റി ഉള്ളവരും അല്ല. എന്നാൽ ഇത് പുറത്തുനിന്ന് കണ്ടു വന്നതാണല്ലോ, അപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അത്ര ക്വാളിറ്റി ഇല്ലാത്തവരാണത്ത് ഉള്ളതെന്ന്. അപ്പം പിന്നെ ഞങ്ങൾ ചാടിപ്പറഞ്ഞ് വരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ ഇവിടെ വന്ന് ശുദ്ധിദോഷം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ ക്വാളിറ്റിയുള്ള മാഷായിട്ട് വന്നിട്ട്. എന്തായാലും ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു എന്താണ് സിബിൻ്റെ ക്വാളിറ്റി എന്ന്. അപ്പോൾ സിബിൻ്റെ മനസ്സിലായി സിബിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. കണ്ടുകൊടുക്കുന്ന പ്രേക്ഷകർക്കും അവിടെയുള്ള ആൾക്കാർക്കും മനസ്സിലായി എന്താണ് സിബിൻ്റെ ക്വാളിറ്റി എന്ന് അല്ലേ. ഇനി സിബിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യട്ടെ, നമുക്ക് നോക്കാൻ വേണ്ടി എന്താകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.